ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെറ്റ് വരാറായല്ലോ. ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ സെറ്റിന്റെ എക്സാം ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി, മീഡിയം, ഹാർഡ് എന്നീ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ചിലത് വളരെ സിമ്പിൾ ആയിരിക്കും, ചിലത് PYQവിൽ നിന്ന് ഉള്ളതാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. നമുക്ക് എന്തായാലും അധികം ദീർഘിപ്പിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. വിച്ച് ഓഫ് ഷേക്സ്പിയേഴ്സ് plays classified by critics as a problem play, resisting neat categorization as comedy or tragedy? ഇപ്പൊ പ്രോബ്ലം പ്ലേയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഷേക്സ്പിയറിന്റെ. പിന്നെ പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് മെഷർ ഫോർ മെഷർ ആണ്. റോമിയോ ജൂലിയറ്റോ അല്ലെങ്കിൽ മിഡ് നൈറ്റ് സമ്മേഴ്സ് ഡ്രീമോ ഹെൻറി ഫൈവോ ഒന്നും അല്ല. ഹെൻറി ഫൈവ് ഒക്കെ അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ വരുന്നതാണ്. ഹെൻറി ത്രീ, റിച്ചാർഡ് ത്രീ, ഹെൻറി ഫൈവ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം ഒക്കെ കോമഡി അല്ലെങ്കിൽ മിത്തിക്കൽ ഒരു കുഞ്ഞ് അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പൊ ഇവിടെ ബേസിക്കലി നമുക്ക് ഇതിന്റെ ഉത്തരം വരുന്നത് മെഷർ ഫോർ മെഷർ ആണ്. ഓക്കെ, അപ്പോൾ ബ്ലെൻഡഡ് ആയിട്ടാണ് ചോദിച്ചതിന് ഉത്തരം. റൈറ്റ്. ഷേക്സ്പിയേഴ്സ് 154 സോണറ്റ്സ് ആർ ട്രഡീഷണലി ഗ്രൂപ്പ്ഡ് അറൌണ്ട് ടു മെയിൻ അഡ്രസ്സസ്. വളരെ സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്. ദ ഫെയർ യൂത്ത് ആൻഡ് ഡാർക്ക് ലേഡി എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഇടയിൽ, അതായത് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതിൽ രണ്ടുപേരെ ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഒന്ന് ഫെയർ യൂത്ത് ആൻഡ് ഡാർക്ക് ലേഡി. ഇവർക്ക് രണ്ടുപേർക്കുമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാവുക അദ്ദേഹത്തിന്റെ സോണറ്റ്സ് വായിക്കുമ്പോൾ. ദ ഫസ്റ്റ് ഫോളിയോ, ദ ഫസ്റ്റ് കളക്റ്റഡ് എഡിഷൻ ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേ വാസ് പബ്ലിഷ്ഡ് ഇൻ എന്നാണ് ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഫോളിയോ വന്നത്. 1623 അത് വന്നിട്ടുള്ളത്. കമ്പൈൽഡ് ബൈ ഫ്യൂ ഫെലോ ആക്ടേഴ്സ്, ജോൺ ഹെമിങ്സ് ആൻഡ് ഹെൻറി കോണ്ടൽ. ഇവർ രണ്ടുപേരും ചേർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ 36 പ്ലേസ് ആദ്യമായിട്ട് 1623 ഒരു ഫോളിയോ ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഫോളിയോ എന്നാണ് വരുന്നതെന്നാണ് ചോദിക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഫസ്റ്റ് ഫോളിയോന്റെ കാര്യമാണല്ലോ. സെക്കൻഡ് ഫോളിയോ എന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് 1623 1632 23 നേരെ തിരിച്ചിടുക 32 ഓക്കെ, അപ്പോ അങ്ങനെ. മിൽട്ടൺസ് ഏർലി പോയം ലിസിഡസ് 1637 ഇറങ്ങിയത്. റിട്ടൺ ടു കൊമമറേറ്റ് എ ഡ്രൗൺഡ് കാംബ്രിഡ്ജ് ക്ലാസ്മേറ്റ്, ബിലോങ്സ് ടു വിച്ച് റോണർ? ഏത് റോണറിലാണ് ലിസിഡാസ് എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. പാസ്ട്രൽ എലിജി ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പാസ്ട്രൽ സെറ്റിംഗിൽ എലിജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോൺഫുൾ ആയിട്ടുള്ള എഴുത്തുകളാണ്. ഓക്കെ, ബേസിക്കലി ഒരു ഡെത്തിനെയൊക്കെ കമമറേറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ കേംബ്രിഡ്ജ് ക്ലാസ്മേറ്റ്സിന് വേണ്ടി എഴുതിയിട്ടുള്ള പാസ്ട്രൽ എലിജിയാണ് എന്ത്, അദ്ദേഹത്തിന്റെ ലിസിഡസ് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്? എഡ്വേർഡ് കിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആൾക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി എന്താണ് പാസ്ട്രൽ സെറ്റിംഗ് എന്ന് പറയുന്നത്? ഷെപ്പേർഡ്സ് അറിയാലോ, ആടിനെ നയിക്കുന്ന ആൾക്കാര്, നേച്ചർ ഇമേജറി, ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് പാസ്ട്രൽ സെറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു ലാമെന്റേഷൻ മൂഡിലുള്ള, ഒരു മെലങ്കോളിക് മൂഡിലുള്ള എൽജി ആയിട്ടുമാണ് കണക്കാക്കുക. മിൽട്ടൺസ് ഏരിയോപജറ്റിക് 1644 എഴുതിയത് ഈസ് എ പ്രോസ് വർക്ക് ആർഗ്യൂയിങ് ചീഫ്ലി ഫോർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് PYQവിൽ വരുന്നതാണ്. ഫ്രീഡം ഓഫ് ദ പ്രസ് അഗെയിൻസ്റ്റ് സെൻസർഷിപ്പ്. ഇതിന് ഹിസ്റ്ററി ആയിട്ട് ബന്ധമുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ ഫ്രീഡം ഓഫ് പ്രസ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും എല്ലാം എഴുതാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് മിൽട്ടൺ ഏരിയോപജറ്റിക് എഴുതുന്നത്. ഇനി ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയോപാഗസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു മിത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ഒരു കഥയിൽ നിന്നാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ഈ ഏരിയോപാഗസ് പണ്ട് കുന്നുകളുടെ മുകളിൽ പോയിന്ന്, അതായത് മലകളുടെ മുകളിൽ കയറിയെന്ന്, നമ്മളുടെ ഏകദേശം ഒരു നാറാണത്ത് ഭ്രാന്തന്റെ ഒക്കെ രീതിയിൽ മലയുടെ മുകളിൽ കയറിയെന്ന് ആൾക്കാരെയൊക്കെ കൂട്ടി നിർത്തിയിട്ട് പ്രസംഗിക്കുമായിരുന്നു എന്ന് പറയാറുണ്ട്. ആ ഒരു മിത്തിൽ നിന്നാണ് അദ്ദേഹം ഏരിയോപാജിറ്റിക്ക എന്ന് പറയുന്നത് എഴുതുന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പ്രീ ലൈസൻസിങ് സെൻസർഷിപ്പ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് എഴുതിയാലും അത് ഗവൺമെന്റിന് പ്രശ്നമുണ്ടാവാത്ത തരത്തിലാണെന്നുള്ള ലൈസൻസ് കിട്ടിയതിന് ശേഷം വേണം പ്രസിദ്ധീകരിക്കാൻ എന്ന് പറയുന്ന ഒരു ബാധ്യതയും കൂടെ അവിടെ പറയുന്നുണ്ട്. അതിന് രണ്ടിനും എതിരെയാണ്
മിൽട്ടൺ ഇത് എഴുതുന്നത്. അതായത് ഇതൊക്കെ ലൈസൻസ് ചെയ്തതിന് ശേഷം വേണം ഓരോ പ്രാവശ്യവും പബ്ലിഷ് ചെയ്യാനെന്നാ പറയുന്നത്. അങ്ങനെയല്ലല്ലോ എഴുത്തുകാരുടെ ഒന്നും കാര്യം. ഓക്കെ, അപ്പോൾ അതിനെതിരെയായിട്ടാണ് ഏരിയോപജറ്റിക് അദ്ദേഹം എഴുതുന്നത്. ഫൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഡ്യൂറിംഗ് ദ കോമൺവെൽത്ത് പീരിയഡ് മിൽട്ടൺ സെർവ്ഡ് ദ ഗവൺമെന്റ് ചീഫ്ലി ആസ് എന്തായിട്ടാണ്? നമുക്കറിയാം കോമൺവെൽത്ത് പീരീഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ രാജാക്കന്മാരെയൊക്കെ ഓടിച്ചു വിട്ടതിന് ശേഷം ക്രോംവെല്ലിന്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആരായിട്ടാണ് ഇവിടെ മിൽട്ടൺ സെർവ് ചെയ്തത് ക്രോംവെല്ലിന് വേണ്ടിയിട്ട് എന്നാണ് ചോദിക്കുന്നത്. ലാറ്റിൻ സെക്രട്ടറി ടു കോംവെൽസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. അവിടെ രാജഭരണം ആയിരുന്നില്ല, ക്രോംവെല്ലിന്റെ മിലിറ്ററി പോലത്തെ ഒരു ഭരണമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി ഫോർ ഫോറിൻ ടങ്സ്, ടങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, കോമൺലി കോൾഡ് ലാറ്റിൻ സെക്രട്ടറി. അപ്പോൾ ലാറ്റിൻ കറസ്പോണ്ടൻസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ എഴുതുന്ന ആളായിരുന്നു നമ്മുടെ മിൽട്ടൺ എന്ന് പറയുന്നത്. ഇൻ ടു ദ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ദ ബ്രീഫ് മിഡിൽ സെക്ഷൻ ദാറ്റ് കംപ്രസസ് 10 years ഇൻക്ലൂഡിംഗ് വേൾഡ് വാർ 1 ആൻഡ് സെവറൽ ഡെത്ത്സ് ഈസ് ടൈറ്റിൽഡ് വാട്ട്? നല്ലൊരു ചോദ്യമാണ്. ടൈം പാസസ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ചോദ്യം ഒന്നും കൂടെ നോക്കുക. ദ ബ്രീഫ് മിഡിൽ സെക്ഷൻ ദാറ്റ് കംപ്രസസ് 10 years ഇൻക്ലൂഡിംഗ് വേൾഡ് വാർ 1 ആൻഡ് സെവറൽ ഡെത്ത്സ്. ഈ ഒരു കാലഘട്ടത്തിന് ഏത് പേരിലാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്? ഏത് ടൈറ്റിലിനടിയിലാണ് വന്നിട്ടുള്ളത്? അത് ടൈം പാസസ് എന്ന് പറയുന്നതിലാണ്. ഏത് പുസ്തകത്തിലാണ് വന്നിട്ടുള്ളത്? ടു ദ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന വിർജീനിയ വൂൾഫ് എഴുതിയിട്ടുള്ളതിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ നോവലിനെ 3 ഭാഗങ്ങളായിട്ട് പിരിക്കുന്നുണ്ട്. ഒന്ന് ദ വിൻഡോ എന്ന് പറയുന്നതാണ്, 2 ടൈം പാസസ് എന്നുള്ളതാണ്, അതുപോലെ തന്നെ മൂന്നാമത്തേത് ദ ലൈറ്റ് ഹൗസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ 3 സെക്ഷനിൽ ഏറ്റവും നടുക്കില് വേൾഡ് വാർ 1 വിശദീകരിക്കുന്നതാണ് വിർജീനിയ വൂൾഫിന്റെ ടു ദ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന പുസ്തകം. ഇൻ എ റൂം ഓഫ് വൺസ് ഓൺ, Wolf argues a woman needs money and dash to write fiction. Very easy question, but wonderful question. A room of her own. ആരാ? അപ്പൊ ഇത് വേണമെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കുക. എ റൂം ഓഫ് വൺസ് ഓൺ ആരാ എഴുതിയിട്ടുള്ളത്? ഇതൊക്കെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ്. വൂൾഫാണ് എഴുതിയിട്ടുള്ളത്. ഫൈൻ. ഇത് ബേസിക്കലി നമ്മളുടെ ഫെമിനിസ്റ്റ് ആംഗിളിൽ വരുന്ന ഏറ്റവും നല്ലൊരു പുസ്തകങ്ങളിൽ ഒന്നാണ്. ഓക്കെ, Woolf's central thesis is that financial independence and private space are prerequisites for women's creative work. അപ്പൊ നമ്മൾ ഇതൊക്കെ വായിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ ഷേക്സ്പിയറിന്റെ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ പറയുന്നത് നമുക്ക് കാണുക, അല്ലെ? ഷേക്സ്പിയറിനെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പുരുഷനായതുകൊണ്ട് ആരാധിച്ചു, അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ എടുത്തു കാണിച്ചു. എന്നാൽ ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവരുടെ കഥ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അവർ ഷേക്സ്പിയറിനെ പോലെ വലിയ ആളായി മാറുമോ? അവർക്ക് ഇതുപോലെ എഴുതാനുള്ള സാഹചര്യം കിട്ടുമോ? എഴുതിയതിനെ നാട്ടുകാർ അംഗീകരിക്കുമോ? അപ്പൊ അത് ഫെമിനിസ്റ്റ് ആംഗിളിൽ നിന്നാണ് അതൊക്കെ ചോദിക്കുന്നത്. മിസ്റ്റർ ഡാലോവേ അൺഫോൾഡ്സ് ഓവർ ദ കോഴ്സ് ഓഫ് എ സിംഗിൾ ഡേ ഇൻ വിച്ച് സിറ്റി. നല്ല ചോദ്യമാണ്. മിസ്സസ് ഡാലോവേ, വിർജീനിയ വൂൾഫിന്റെ അടുത്തത്. ഓക്കെ, ലണ്ടൻ നഗരത്തിലാണ് അവർ ആ ഫുൾ ഡേ ചെലവഴിക്കുന്നത്. നോവൽ ഫോളോസ് ക്ലാരിസ ഡാലോവേ ത്രൂ 1 ജൂൺ ഡേ. ജൂണിലെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം വേൾഡ് വാർ 1 കഴിഞ്ഞതിന് ശേഷമുള്ള ലണ്ടൻ നഗരത്തിൽ കൂടിയാണ് നമ്മുടെ ക്ലാരിസ ഡാലോവേ എന്ന് പറയുന്നവര് നടന്നു നീങ്ങുന്നത്. അപ്പൊ ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ബുക്കാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെയാണ് ജെയിംസ് ജോയ്സിന്റെ യുലീസസ് എന്ന് പറയുന്ന ബുക്കും നമുക്ക് കാണാൻ പറ്റുക. അവിടെയും സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് റെഫറൻസ് പറഞ്ഞു എന്ന് മാത്രം. ഏലിയറ്റ്സ് കൺസെപ്റ്റ് ഓഫ് ദ ഡിസസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഡിസസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി ആരാ കൊടുന്നേ എന്നുള്ളത്. ലൊക്കേറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ സ്പ്ലിറ്റ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ഫീലിംഗ് ഇൻ ഇംഗ്ലീഷ് പോയട്രി ഒക്കറിംഗ് ആഫ്റ്റർ ഹും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഡിസസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഏലിയറ്റ് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. ലൊക്കേറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ സ്പ്ലിറ്റ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ഫീലിംഗ് ഒക്കറിംഗ് ആഫ്റ്റർ ഹും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആൻഡ് ദ 17th century എന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത്. Eliot argued that after Donne and his contemporaries, later poets lost the ability to fuse thought and feeling into a unified sensibility. ഏറ്റവും രസകരമായിട്ട് എഴുതിയിട്ടുള്ള ആൾക്കാരാണ് ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെ?
അവർക്ക് ശേഷം ഏറ്റവും നന്നായിട്ട് ആർക്കും ഈ തോട്ടിനെ ഫീലിംഗുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കൊരു കോമ്പസ് ഇമേജറി എടുക്കാം. ഒരു ഈച്ച വന്നിരിക്കുമ്പോൾ ഈച്ചയോട് മാറിപ്പോവാൻ പറയുന്നതായിരിക്കും അല്ലേ. ദ ഫ്ലീ എന്നൊക്കെ പറയുന്ന കവിതയൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. The love song of J. Alfred Prufrock is written in the form of a what? Dramatic monologue. Let us go, you and I, when the evening is spread out against the sky like a patient is etherized upon a table എന്ന് പറയുന്ന വരിയോട് കൂടിയിട്ടാണ് ഈ കവിത തുടങ്ങുന്നത്. നല്ല രസമുള്ള കവിതയാണ്. കുറേ ചോദ്യങ്ങൾ വരുന്നതാണ്. നമ്മൾ ആക്ച്വലി വേസ്റ്റ് ലാൻഡിനെ ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കുമ്പോൾ ഈ കവിത നമ്മൾ മറന്നു പോകുന്നതാണ്. ഫൈൻ. അപ്പൊ പ്രൂഫ് റോക്ക് എന്ന് പറയുന്ന ആളുടെ ആൻസൈറ്റി ആണ് ഇതിൽ കാണുന്നത്. ഓക്കെ, ഡ്രമാറ്റിക് മോണലോഗിലാണ് എഴുതിയിട്ടുള്ളത്. ഡു ഐ ഡയർ എന്നൊക്കെ പറയുന്ന വരികളൊക്കെ അതിൽ കാണാം. ഇൻ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലന്റ്, എലിയറ്റ് ആർഗ്യൂസ് ദാറ്റ് പോയറ്റിക് ക്രിയേഷൻ ഇൻവോൾവ്സ് വാട്ട്? ആൻ എക്സ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സറണ്ടർ ടു ട്രഡീഷൻ. എക്സ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി വേണം, അതേസമയം തന്നെ യു ഷുഡ് സറണ്ടർ ടു ട്രഡീഷൻ. നമുക്കറിയാം എലിയറ്റ് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി എന്താ പറയാ, ഒരു ക്ലാസിസിസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലാസിസ്റ്റ് എന്ന് പറയുന്നത് മോശമായിട്ടല്ല പറയുന്നത്, പക്ഷെ പഴയ നിയമ കാര്യങ്ങളോടും റൂൾസിനോടും റെഗുലേഷൻസിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കാണിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, എന്താണ് പോയറ്റിക് ക്രിയേഷനിൽ വേണ്ടത്? ഇൻവോൾവ് ചെയ്യുന്നത് എന്താ? ആൻ എക്സ്റ്റൻഷൻ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സറണ്ടർ ടു ട്രഡീഷൻ. പോയറ്റ്സ് മൈൻഡ് ഈസ് എ മീഡിയം ഫ്യൂസിങ് പേഴ്സണൽ ഇമോഷൻ വിത്ത് ഇൻഹെറിറ്റഡ് ട്രഡീഷൻ. നിങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള മിത്തുകളിലൂടെ, കഥകളിലൂടെ, കൾച്ചറിലൂടെ, നിങ്ങളുടെ പാരന്റൽ ജെനറ്റിക്സിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ഇമോഷനെ കണക്ട് ചെയ്യുമ്പോഴാണ് യു ഗെറ്റ് വാട്ട് ബെറ്റർ തിങ്. ഓക്കെ, ആൻഡ് നോട്ട് എ വെഹിക്കിൾ ഫോർ സെൽഫ് എക്സ്പ്രഷൻ. അപ്പൊ പോയറ്റ് അല്ലെങ്കിൽ പോയറ്റിക് ഇമോഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് സെൽഫ് എക്സ്പ്രഷൻ മാത്രമല്ല, നിങ്ങൾ ഇത്രയും കാലം കടന്നു വന്ന് കാര്യങ്ങൾ കൂടിയാണ്. അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് പാരഡൈസ് ലോസ്റ്റ്, മിൽട്ടൺ ഇൻവോക്സ് എ ഹെവൻലി മ്യൂസ് ട്രഡീഷണലി ഐഡന്റിഫൈഡ് വിത്ത് ഹും. ആരാണ് ഹെവൻലി മ്യൂസ് എന്നാണ് ചോദിക്കുന്നത്. യുറേനിയ എന്ന് പറയുന്നതാണ് ഉത്തരം. ഓക്കെ, ബൈ ഇൻവോക്കിംഗ് യുറേനിയ, the muse of astronomy reinterpreted as heavenly inspiration. യുറേനിയയാണ് അപ്പോൾ കൊണ്ടുവരുന്നത്. സിഗ്നൽസ് ഈസ് എപ്പിക് അംബിഷൻ സർപാസസ് ദ ക്ലാസിക്കൽ മ്യൂസ് ഓഫ് മൗണ്ട് ഹെലിക്കൺ. അപ്പോൾ യുറേനിയയും മൗണ്ട് ഹെലിക്കിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് കൊണ്ടുവരുന്നത്. വിച്ച് ക്യാരക്ടർ ഈസ് ഓഫൺ റെഡ് ബൈ ക്രിട്ടിക്സ് ആസ് ആൻ അൺഎക്സ്പെക്ടഡ്ലി കമ്പലിംഗ് ഹീറോയിക് ഫിഗർ despite being the poem's antagonist. ഹീറോയിക് ഫിഗർ പോലെ തോന്നിക്കുന്ന ഒരു ആന്റഗോണിസ്റ്റിനെ ഏതിലാണ് കാണാൻ പറ്റുക? സൈറ്റൻ ആണ്. ഓക്കെ, ബെൽസെബബ് ഒക്കെ വേറെയാണ്, റാഫേലൊക്കെ വേറെ ഡ്രാമാസിൽ വരുന്നതാണ്. സൈറ്റൻ നമുക്കിവിടെ എപ്പിക്കിൽ കാണാൻ പറ്റുന്ന ആളെയാണ് അല്ലേ. മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റിൽ വരുന്ന സൈറ്റനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ബ്ലേക്ക് പറയുന്നുണ്ട്, ബ്ലേക്ക് പറയാണ്, മിൽട്ടൺ വാസ് ഓഫ് ഡെവിൾസ് പാർട്ടി വിത്തൗട്ട് നോയിങ് ഇറ്റ് എന്ന് പറയുന്നത്. അതായത് ദൈവത്തിനെ പ്രകീർത്തിക്കാൻ എഴുതുന്ന ഒരു 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 പോയറ്റിക് പീസായിട്ടാണ് നമുക്ക് ബേസിക്കലി എന്തിനെ കാണാൻ പറ്റുക? മിൽട്ടന്റെ വർക്കിനെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് എഴുതി വന്നപ്പോൾ ഇതിലെ പ്രതിനായകന്, ആന്റി ഹീറോയ്ക്ക് അല്ലെങ്കിൽ ആന്റഗോണിസ്റ്റിന് ഏറ്റവും കൂടുതൽ രസകരമായ ക്യാരക്ടർ റോള് കൊടുത്ത ആളാണ് മിൽട്ടൺ എന്ന് പറയുന്നത്. അപ്പോഴാണ് വില്യം ബ്ലേക്ക് പറയുന്നത്, മിൽട്ടൺ എഴുതി അറിയാതെ സാറ്റാന്റെ പാർട്ടിയിൽ ചെന്ന് വെട്ട പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സൈറ്റൻ അത്രയധികം പ്രകീർത്തിക്കുന്നുണ്ട് അല്ലെ. കാരണം അദ്ദേഹത്തിന്റെ കരിസ്മാറ്റിക് പോർട്രയൽ മുഴുവൻ വരുന്നത് സൈറ്റിന് വേണ്ടിയിട്ടാണ്. ഇൻ ഇറ്റ്സ് ഫൈനൽ 1674 എഡിഷൻ, പാരഡൈസ് ലോസ്റ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു ഹൗ മെനി ബുക്സ്? 12 ബുക്കുകളായിട്ടാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം താഴെയുണ്ട്. മിൽട്ടൺ റീസ്ട്രക്ചേർഡ് ദ ഒറിജിനൽ 1667 10 ബുക്ക്. അപ്പൊ 1667 ആദ്യം ഇത് 10 ബുക്കുകളായിട്ട് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ എഴുത്ത് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ 1674 സെക്കൻഡ് എഡിഷൻ വരുമ്പോൾ 12 ബുക്കുകളായിട്ട് അദ്ദേഹം ഇതിനെ മാറ്റുന്നുണ്ട്. എക്കോയിങ് വിർജിൽസ് എയ്നീഡ്, വിർജിലിന്റെ എയ്നീഡ് എന്ന് പറയുന്ന ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ചാപ്റ്റേഴ്സ് ഉള്ള തരത്തിലാണ് പാരഡൈസ് ലോസ്റ്റ് പിന്നീട് മിൽട്ടൺ 1674
12 ബുക്കുകളായിട്ട് മാറ്റുന്നത്. ഹൂസ് പ്രാഗ്മാറ്റിക് മാരേജ് ടു മിസ്റ്റർ കോൾ highlights the economic pressures shaping women's marital choices in the novel. ഇത് ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഷാർലറ്റ് ലൂക്കാസ് എന്ന് പറയുന്ന ലേഡിയെ കുറിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. ഷാർലറ്റ്സ് ഡിസിഷൻ ടു മാരി ഫോർ സെക്യൂരിറ്റി rather than affection contrasts sharply with Elizabeth's insistence on marrying for love. സിസ്റ്റേഴ്സിന്റെ താരതമ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരാള് മാരി ചെയ്യുന്നത് കുറച്ച് സാമ്പത്തികമായ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണെങ്കിൽ അടുത്ത ആള് പ്യുവർ ലവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജെയിൻ ഓസ്റ്റിൻ തന്നെ ക്രിട്ടിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിനെ പ്രാഗ്മാറ്റിക് മാരേജ് എന്ന് പറഞ്ഞ് ഇത് കാണാൻ പറ്റുക എന്നുള്ള ചോദ്യത്തിലാണ് നമുക്കിവിടെ എത്തുന്നത്. മിസ്റ്റർ ഡാർസീസ് ഗ്രാൻഡ് എസ്റ്റേറ്റ് ഇൻ ദ നോവൽ ഈസ് കോൾഡ്, ഇതേ സെയിം നോവലാണ് പ്രൈഡ് ആൻഡ് പ്രജുഡിസ് ബൈ ജെയിൻ ഓസ്റ്റിൻ. ഇതിലുള്ള ക്യാരക്ടറാണ് മിസ്റ്റർ ഡാർസി. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് എസ്റ്റേറ്റിനെ എന്താണ് വിളിക്കുന്നത്? പെമ്പേർലി എന്നാണ് പറയുന്നത്. കാരണം പെമ്പേർലി എന്ന് പറയുന്നത് ഈസ് എ കീ സിംബോളിക് റോൾ ഇൻ ഷിഫ്റ്റിംഗ് എലിസബത്ത്സ് ഒപ്പീനിയൻ ഓഫ് ദിസ് ക്യാരക്ടർ. ഡാർസിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ എലിസബത്തിന് കുറച്ചും കൂടി വ്യത്യാസമായ തരത്തിൽ തോന്നാൻ സഹായിക്കുന്നത് പെമ്പർലി എന്ന് പറയുന്ന ഈ എസ്റ്റേറ്റും അതിൻ്റെ ഉള്ളിൽ അവരുടെ സഞ്ചാരവുമാണ്. ബിഫോർ ഇറ്റ്സ് 1813 പബ്ലിക്കേഷൻ. അപ്പോൾ എന്നാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? പ്രൈഡ് ആൻഡ് പ്രജുഡിസ് 1813 വാസ് ഒറിജിനലി ഡ്രാഫ്റ്റഡ് അണ്ടർ ദ ടൈറ്റിൽ ഓഫ് വാട്ട്? അപ്പോൾ ഇത് ആദ്യമായിട്ട് ഒറിജിനൽ ഡ്രാഫ്റ്റ് ചെയ്തത് ഏത് ടൈറ്റിലിൻ്റെ അണ്ടറിലാണ്? ഫസ്റ്റ് ഇംപ്രഷൻസ് എന്ന് പറയുന്ന പേരിലാണ്. ഓസ്റ്റൻ റോട്ട് ആൻ ഏർലി വേർഷൻ ടൈറ്റിൽ ഫസ്റ്റ് ഇംപ്രഷൻസ് അറൌണ്ട് 1796. പിന്നീടാണ് അത് റിവൈസ് ചെയ്ത് പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്നുള്ള പേരിൽ 1813 പുറത്തിറക്കും. The recurring line, hurry up, please, it's time. In a game of chess, echoes the ritual cry of. അപ്പൊ ഇത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കണം. 1922 എലിയറ്റ് എഴുതിയ ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. ഓക്കെ, അതിലെ 5 ഭാഗങ്ങളായിട്ട് ആ കവിതയെ നമ്മൾ തിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയും. ഫൈൻ. അപ്പൊ അതിലുള്ളൊരു വാക്കാണ് ഹറി അപ്പ് പ്ലീസ് ഇറ്റ്സ് ടൈം. ഓക്കെ, ഏത് റിച്വൽ ക്രൈമായിട്ട് പറയുന്ന തരത്തിലുള്ളതാണ്? എ ബ്രിട്ടീഷ് പബ്സ് ക്ലോസിംഗ് ടൈം കോൾ ആയിട്ടാണ് പറയുന്നത്. നിങ്ങളെ കുടിച്ചതൊക്കെ മതി, നിങ്ങൾ എഴുന്നേറ്റ് പോകൂ, ടൈം അല്ലേ, എഴുന്നേൽക്കൂ, കട അടയ്ക്കാറായി എന്ന് പറയുന്നതാണ്. The refrain imitates the traditional last call cry of English pubs, juxtaposing banal contemporary speech with the poem's mythic and literary material. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്ന വേസ്റ്റ് ലാൻഡിൽ നിന്നാണ്. ദ വേസ്റ്റ് ലാൻഡ് ഈ സ്ട്രക്ചേർഡ് ഇൻ ഹൗ മെനി സെക്ഷൻസ്? അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് പറയാതിരുന്നത്. 5 സെക്ഷൻസ് ആയിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. ഇതിന്റെ സീക്വൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഈ 5 സെക്ഷൻസിൽ ഏതാണ് ആദ്യം വരുന്നത്, 2, 3-ാമത്തേത്, 4-ാമത്തേത്, 5-ാമത്തേത്? 5 സെക്ഷൻസ് ആയിട്ട് ഇതിലുള്ളപ്പോൾ 5 പാർട്ടുകളായിട്ട് ഇതിനെ എങ്ങനെ തിരിച്ചിരിക്കുന്നു? ആദ്യത്തെ പാർട്ട് ദ ബറിയൽ ഓഫ് ദ ഡെഡ്, ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ ആൻഡ് വാട്ട് ദ തണ്ടർ സെഡ് എന്നുള്ള രീതിയിലാണ് ഇതിൽ വരുന്നത്. ഈ കവിത അവസാനിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഒരു വാക്ക് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാം. എല്ലാം പറയുന്നതിൽ ഒരു രസമില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് ഇന്ത്യൻ എയ്സ്തെറ്റിക് ഫിലോസഫീനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് എലിയറ്റ് അത് ചെയ്യുന്നത്. ദ ഫൈനൽ ഷേപ്പ് ഓഫ് ദ വേസ്റ്റ് ലാൻഡ് ഓസ് മച്ച് ടു ദ എഡിറ്റേഴ്സ് കട്ട്സ് മെയ്ഡ് ബൈ. അപ്പൊ എഡിറ്റ് ചെയ്ത് ആരെന്നാണ് സിമ്പിൾ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്? എസ്ര പൗണ്ട് ആണ്. എന്നാൽ എസ്ര പൗണ്ടിനെ എലിയറ്റ് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇൽ മിഗ്ലിയോർ ഫാബ്രോ. ഇൽ മിഗ്ലിയോർ ഫാബ്രോ, ദ ബെറ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നു. കാരണം എത്രയോ വലിയൊരു കവിതയായിട്ടാണ്, 12,000 വരികൾക്ക് മുകളിലുള്ള ഒരു കവിതയായിട്ടാണ് വേസ്റ്റ് ലാൻഡ് എലിയറ്റ് എഴുതി തീർക്കുന്നത്. ഇതിൽ എന്ത് വേണം എന്ത് വേണ്ടാന്ന് എലിയറ്റിന് അറിയില്ലായിരുന്നു. അത്രയും ഖരപ്പെട്ട ഒരു കവിതയായിരുന്നു അത്. എലിയറ്റ് ആണ് എഡിറ്റ് ചെയ്യുന്നത്. ഇത് എലിയറ്റിൽ നിന്ന് വാങ്ങിയിട്ട് എഡിറ്റ് ചെയ്യുന്നത് എസ്ര പൗണ്ട് ആണ്. ഓക്കെ, ഞാൻ മാറിയിട്ടുണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എലിയറ്റ് എഴുതിയ ഈ വലിയ കവിത എഡിറ്റ് ചെയ്യുന്നത് എസ്ര പൗണ്ട് ആണ്. അതിനെ ചുരുക്കി 400-ൽ മുകളിൽ 434-ഓളം വരികളുള്ള ഒരു കവിതയാക്കി മാറ്റുന്നത്
എസ്ര പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ എസ്ര പൗണ്ടിനെയാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്, ഇൽ മിഗ്ലിയോർ ഫെബ്രോ എന്ന് പറയുന്നത്. കാരണം ഇത്രയും കട്ട് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് രീതിയിലുള്ള ഒരു കവിതയാക്കി മാറ്റുന്നത് എസ്ര പൗണ്ട് ആണ്. Sashow's distinction between the syntagmatic and paradigmatic axis of language concerns what? അപ്പൊ ഇത് സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു കൺസേണിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കോമ്പിനേഷൻ ഓഫ് സൈൻസ് ഇൻ സീക്വൻസ് വേഴ്സസ് സെലക്ഷൻ എമംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് സൈൻസ്. ഓക്കെ. Which anthropologist applied structuralist analysis to myths and kinship systems influencing literary structuralism? ആരാണ്? ക്ലൗഡ് ലെവി-സ്ട്രോസ് ആണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടാൻ എന്താ കാര്യം? ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക്സ് അല്ല പറഞ്ഞിട്ടുള്ളത്, ലിംഗ്വിസ്റ്റ് അല്ല പറഞ്ഞിട്ടുള്ളത്, തിയറിസ്റ്റ് അല്ല പറഞ്ഞത്, ആന്ത്രപ്പോളജിസ്റ്റാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആന്ത്രപ്പോളജിസ്റ്റ്. ലെവി-സ്ട്രോസ് analyzed myths as systems of binary oppositions, a method later adapted by literary structuralists. അപ്പൊ ആന്ത്രപ്പോളജിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു കൺസെപ്റ്റിവിസ്റ്റ് ആണ് ശേഷം ഇതിനെ ലിറ്റററി സർക്കിളിലുള്ള ആൾക്കാർ, സ്ട്രക്ചറലിസ്റ്റുകാരെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഡെറിഡാസ് ടേം ഫോർ ദ എൻഡ്ലെസ് ഡിഫറൽ ആൻഡ് ഡിഫറൻസ് ഓഫ് മീനിങ് വിത്തിൻ ലാംഗ്വേജ് ഈസ് കോൾഡ് വാട്ട്? മാറരുത്. ഡിഫറൽ ആൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നതിനെ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറുന്നു? നല്ല ചോദ്യമാണ്. ഡിഫറൻസ് എന്ന് പറയുന്നതാണ് കാണാൻ പറ്റുക. ഡിഫറൻസ് ക്യാപ്ചേഴ്സ് ഹൗ മീനിങ് ഈസ് നെവർ ഫിക്സ്ഡ്. നമ്മൾ പറയാറുണ്ട് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി എല്ലാത്തിനെയും പൊളിച്ചു കളയുക, ഇത്രയും കാലം ഉണ്ടായിരുന്ന എല്ലാ സ്ട്രക്ചറിനെയും പൊളിച്ചു കളയുക. അത് അവിടെ ചെയ്യുന്നത് അന്നുണ്ടായിരുന്ന കൾച്ചറിനെ, അന്നുണ്ടായിരുന്ന മിത്തുകളെ, അന്നുണ്ടായിരുന്ന പൊളിറ്റിക്കൽ റിലീജിയസ് ഐഡിയോളജികളെ എല്ലാം, ദൈവം എന്നുള്ളതിനെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന ഐഡിയ കൊണ്ടുവരുന്നത്. കൺസ്ട്രക്ട് ചെയ്ത് വെച്ച ഒരു വേൾഡിൽ നിന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനെയും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം എന്ന് പറയുന്ന വാക്ക് എന്താണ്? ഭക്ഷണം എന്നുള്ള ആദ്യത്തെ ചോദ്യം. ദൈവം ഉണ്ടോ? അടുത്ത ചോദ്യം ദൈവത്തിനെ കുറിച്ചായിരിക്കും. ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്ത് വെച്ച എല്ലാത്തിനെയും ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിന്റെ ഐഡിയോളജി. ദ ടേം കോമൺവെൽത്ത് ലിറ്ററേച്ചർ വൺസ് യൂസ്ഡ് ഫോർ പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഹാസ് ബീൻ ക്രിട്ടിക്ഡ് ബൈ ലേറ്റർ തിയറിസ്റ്റ് ചീഫ്ലി ബിക്കോസ് ഇറ്റ് വൈ എന്നുള്ളതാണ് ചോദ്യം. കോമൺവെൽത്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കോമൺവെൽത്ത് ലിറ്ററേച്ചർ എന്നുള്ളതിനെ നമ്മൾ ക്രിട്ടിക്ക് ചെയ്യാൻ തുടങ്ങി. അത് എന്തുകൊണ്ട് ആയി മാറി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് അതിന് ഉത്തരം? implies Britain as a center with other literatures as margins echoing colonial hierarchy. എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും ബ്രിട്ടൻ ആണ് ഏറ്റവും നല്ല എഴുത്തുകാരെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അത് പോകുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെ, അതായത് കോമൺവെൽത്ത് ലിറ്ററേച്ചറിനെ ക്രിട്ടിക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ നിങ്ങൾ വേൾഡ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നടുക്കില്, യൂറോപ്പിന്റെയും നടുക്കിലായിട്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലണ്ടിനെയും ബ്രിട്ടനെയും കാണാൻ പറ്റുക. അങ്ങനെയാണോ ഭൂമിയുള്ളത്? അങ്ങനെയാണോ വേൾഡ് മാപ്പ് ഉണ്ടാവേണ്ടത്? അല്ല. എന്താണ് അതിന് കാരണം? മാപ്പ് ഉണ്ടാക്കിയത് അവരാണ്. അപ്പൊ നടുക്കിൽ ഏറ്റവും നടുക്കായിട്ട് അവരെ കാണണം, അല്ലെങ്കിൽ ഒരു സൈഡിൽ വെച്ചാൽ പോരെ. ഓക്കെ. അപ്പോ മാർജിനൽ അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ലിറ്ററേച്ചറിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഡെറഗേറ്റീവ് ടേമിനെ മാറ്റാനുള്ള കാരണം. കാരണം ബ്രിട്ടീഷിനെ സെന്റർ ആക്കി വെക്കുമ്പോൾ ബാക്കിയുള്ള ലിറ്ററേച്ചർ മുഴുവൻ മാർജിനലൈസ്ഡ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒന്നിനെ മാത്രം മാർജിനലൈസ് ചെയ്യപ്പെടാൻ പാടില്ല. Gayatri Spivak's essay, Can the Subaltern Speak? Chiefly questions what? Whether marginalized colonized subjects can voice themselves within dominant discourse. അപ്പോൾ സബാൾട്ടൺ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും വരും. സ്ത്രീകൾ തുടങ്ങി സമൂഹത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ. Frantz Fanon's influential post-colonial writing primarily examines what? The psychological and cultural effects of colonization on the colonized. കോളനൈസ്ഡ് ആൾക്കാർ, ഇപ്പൊ ഇന്ത്യ ഒരു കോളനി ആയിരുന്നു. അപ്പോ ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മളായിരുന്നു, നമ്മളുടെ ആൻസസ്റ്റേഴ്സ് ആയിരുന്നു കോളനൈസ്ഡ് ആൾക്കാർ. അപ്പോ കോളനൈസേഷന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. കോളനൈസേഷൻ എന്ന് പറയുന്ന ആ എഫക്റ്റ്
നമ്മളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും, നമ്മുടെ ജീൻസിൽ അത് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമ്മളെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇൻവേഴ്സ് ലൈക്ക് ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ് ആൻഡ് റെച്ചഡ് ഓഫ് ദ എർത്ത്. അപ്പോൾ ഫാനന്റെ രണ്ട് പ്രധാനപ്പെട്ട വർക്കുകളും കൂടെ ഏതാണ് എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബ്ലാക്ക് സ്കിൻ ആൻഡ് വൈറ്റ് മാസ്, ദ റെച്ചഡ് ഓഫ് ദ എർത്ത്. ഓക്കെ, ഇതിലൂടെ അദ്ദേഹം നമ്മുടെ സോഷ്യൽ വയലൻസ്, നമ്മളുടെ ജീനിൽ ഉണ്ടായിരുന്ന സൈക്കിക് വൈബ്രേഷൻസ്, പോസ്റ്റ് കൊളോണിയൽ ഡോമിനേഷൻ, എങ്ങനെ പോയാലും നമ്മളുടെ ഉള്ളിൽ ഇത് ഉണ്ടാവുമല്ലോ, ഇതിനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഫൈൻ. Judith Butler's concept of gender as performative argues that gender identity is what? ഇപ്പൊ ജെൻഡർ ഐഡന്റിറ്റി കൺസ്ട്രക്റ്റിൽ നിന്നുകൊണ്ട് ജൂഡിത്ത് ബട്ട്ലർ പറയുന്ന ജെൻഡർ ഒരു പെർഫോമേറ്റീവ് എലമെന്റ് ആണ് എന്ന് എന്താണ് വാദിക്കാൻ കാരണം? ബിക്കോസ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ത്രൂ റിപ്പീറ്റഡ് സ്റ്റൈലൈസ്ഡ് ആക്ട്സ് റാദർ ദാൻ ആസ് ഇന്നേറ്റ് എസൻസ്. ഇത് 1990 ജെൻഡർ ട്രബിൾ എന്ന് പറയുന്ന ബുക്കിൽ ജൂഡിത്ത് ബട്ട്ലർ എഴുതുന്നതാണ്. എന്താണ് ജൂഡിത്ത് ബട്ട്ലർ ആർഗ്യൂ ചെയ്യുന്നത്? Gender is produced through repeated performances rather than expressing a pre-existing inner identity. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അതായിട്ട് മാറുന്നില്ല, നിങ്ങൾ ചെയ്യിപ്പിച്ച് അങ്ങനെ മാറ്റിയെടുക്കുകയാണ് എന്ന് പറയുന്നതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്. ഓക്കെ, The Mad Woman in the Attic by Gilbert and Gubar takes its title from a figure in which novel? ജെയിൻ അയറിലാണ് നമുക്കിത് കാണാൻ പറ്റുക, ദ മാഡ് വുമൻ. ഓക്കെ, ബർത്ത മാസൺ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ അവിടെ വരുന്നത് കാണാം. ദ കൺസെപ്റ്റ് ഓഫ് എ ക്രീച്ചർ ഫെമിനിൻ വിമൻസ് റൈറ്റിംഗ് കോളിംഗ് ഫോർ എ ഡിസ്റ്റിങ്ക്ട്ലി ഫെമിനൈൻ മോഡ് ഓഫ് റൈറ്റിംഗ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹും? നല്ല ചോദ്യമാണ്. ഹെലൻ സിക്സസ് എന്ന് പറയുന്ന ആളാണ്. ഇനി സിക്സസിന്റെ പ്രധാനപ്പെട്ട എസ്സേ ആണ് ദ ലോഫ് ഓഫ് ദ മെഡൂസ എന്ന് പറയുന്നത്. കോൾഡ് ഓൺ വുമൻ ടു റൈറ്റ് ഫ്രം ആൻഡ് റിക്ലൈം ദെയർ ബോഡീസ് ആൻഡ് ഡിസൈഴ്സ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതൂ എന്ന് പറയുന്നതാണ് ക്രീച്ചർ റൈറ്റിംഗ്, അല്ലെങ്കിൽ ക്രീച്ചർ ഫെമിനിൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. വിമൻസ് റൈറ്റിംഗ് ആണ് ഇത് ബേസിക്കലി പറയുന്നത്. ഫ്രസ്ട്രേഷൻ, ഹീറോയിക് ഡ്രാമ എക്സാംപ്ലിഫൈഡ് ബൈ ഡ്രൈഡൻസ് ഓൾ ഫോർ ലവ് ഈസ് ചീഫ്ലി മാർക്ക്ഡ് ബൈ. ഓൾ ഫോർ ലവ് അത് ചീഫ്ലി മാർക്ക് ചെയ്യുന്നത് എന്തിനെയാണ്? ഗ്രാൻഡ് ലോഗ് ആൻഡ് വേഴ്സ് ആൻഡ് എലവേറ്റഡ് തീംസ് ഓഫ് ലവ് ആൻഡ് ഓണർ എന്നുള്ളതിനെയാണ് ഇത് പറയുന്നത്. ഇനി ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഷേക്സ്പിയറിന്റെ ആന്റണി ആൻഡ് ക്ലിയോപെട്ര എന്ന് പറയുന്ന ഒരു വർക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തത് പോലെയാണ് നമുക്ക് ഡ്രൈഡന്റെ ഓൾ ഫോർ ലവ് ഇവിടെ കാണാൻ പറ്റുക. ദ ഡോമിനന്റ് ഡ്രമാറ്റിക് ജോണർ ഓഫ് ദ റെസ്റ്റോറേഷൻ മാർക്ക്ഡ് ബൈ വിറ്റ് ആൻഡ് സറ്റയർ ഓഫ് അപ്പർ ക്ലാസ് മാനേഴ്സ് ഈസ് നോൺ ആസ്. ആലോചിക്കണം, ഡോമിനന്റ് ഡ്രമാറ്റിക് ജനർ ഓഫ് ദ റെസ്റ്റോറേഷൻ പീരീഡിൽ ഉണ്ടായിരുന്ന മാർക്ക്ഡ് ബൈ വിറ്റ് ആൻഡ് സറ്റയർ ഓഫ് അപ്പർ ക്ലാസ് മാനർ. അപ്പൊ അപ്പർ ക്ലാസ് ആൾക്കാരെ കുറിച്ച് പറയുന്ന റോണർ ഇതില് ജനർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോമഡി ഓഫ് മാനേഴ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. കോൺഗ്രീവിന്റെ ദ വേ ഓഫ് ദ വേൾഡ് ഒക്കെ ഇതിൽ വരുന്ന ഫാഷനബിൾ സൊസൈറ്റിനെ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് നമ്മളിവിടെ കാണാൻ പറ്റും. John Dryden's landmark work of literary criticism written in dialogue form is. ജോൺ ഡ്രൈഡന്റെ ലിറ്റററി ക്രിറ്റിസിസം ഏതാണെന്നാണ് സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസി. അത് എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്? 1668 വരുന്നത്. ഇറ്റ് ഇൻഡബിറ്റ്സ് ദ മെറിറ്റ്സ് ഓഫ് ആൻഷ്യൻ വേഴ്സസ് മോഡേൺ ആൻഡ് ഫ്രഞ്ച് വേഴ്സസ് ഇംഗ്ലീഷ് ആൻഡ് ഡ്രാമാറ്റിക് പ്രാക്ടീസ് ത്രൂ 4 സ്പീക്കേഴ്സ്. നിയാൻഡർ എന്നൊക്കെ പറയുന്ന ഒരു 4 ആൾക്കാർ ഒരു ബോട്ടിലിരുന്ന് സംസാരിക്കുന്നതാണ്. അതായത് പഴയ ഡ്രാമയാണോ നല്ലത്, പുതിയ ഡ്രാമയാണോ നല്ലത്, ഇംഗ്ലീഷ് ഡ്രാമയാണോ നല്ലത്, ഫ്രഞ്ച് ഡ്രാമയാണോ നല്ലത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണ്. ബേസിക്കലി സറ്റയറിക്കലി അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്. ഏതാണ് പഴയതാണോ പുതിയതാണോ നല്ലത് ചീത്ത എന്നുള്ള ആർഗ്യുമെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല വർക്കിന്റെ പേര് ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസി എന്നുള്ളതാണ്. In Biographia Literaria, Coleridge distinguishes fancy from imagination, assigning the higher unifying creative power to what? ഇമാജിനേഷൻ വേണം എന്നുള്ളതാണ് ആലോചിച്ച് വെക്കേണ്ടത്. കോളേജ് പറയുന്നത് നിങ്ങൾക്ക് എന്തുണ്ടായിട്ടില്ലെങ്കിലും ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ യു വിൽ ക്രിയേറ്റ്.
Okay. So imagination as an organic synthesizing creative power, while fancy merely rearranges fixed ready-made images mechanically. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക, ഇമാജിനേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഫാൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സ്ഡ് മാറ്ററിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. വിച്ച് പോയിന്റ് ബിലോങ്സ് ടു ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് ഇംഗ്ലീഷ് റൊമാൻറ്റിക്സ്? നല്ല എളുപ്പമുള്ള ചോദ്യമാണ്, ഞാനൊന്നും പറയുന്നില്ല. ജോൺ കീറ്റ്സ് ആണ്. ബാക്കിയുള്ളവരെയൊക്കെ ലേക്ക് പോയറ്റ്സ് എന്നാണ് പറയുക. വേർഡ്സ്വർത്ത്, കോളറിഡ്ജസ്, അതൊക്കെ ലേക്ക് പോയറ്റ്സ് എന്നാണ് അറിയപ്പെടുക. ഇനി കീറ്റ്സിന്റെ കൂടെയുള്ള ആൾക്കാരാണ് ബയർണും ഷെല്ലിയൊക്കെ ഉള്ളത്, സെക്കൻഡ് ജനറേഷനുള്ള ആൾക്കാർ. ഓക്കെ. ഇൻ ദ പ്രിവേസ് ടു ലിറിക്കൽ ബാലാഡ്സ്, വേർഡ്സ്വർത്ത് ഫേമസ്ലി ഡിഫൈൻഡ് പോയട്രി ആസ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്. എന്നാൽ ഞാനൊരു കാര്യം കൂടെ പറയാം, ഇതല്ല അതിന്റെ മുഴുവനായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതിന് ഇനിയും തുടർച്ചയുണ്ട്, അത് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. The spontaneous overflow of powerful feelings recollected in tranquility. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയം എടുത്ത് എക്സാമ്പിൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ സോളിറ്ററി റീപ്പർ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. സോളിറ്ററി റീപ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ 8ാം ക്ലാസ്സിലേക്ക് പഠിച്ചത്, അന്ന് ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. സോളിറ്ററി റീപ്പർ എന്ന് പറയുന്ന കവിതയിൽ ഒരു റീപ്പർ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി ഒരു വയലിൽ നിന്ന് ഒറ്റയ്ക്ക് പാട്ട് പാടി നെല്ല് കൊയ്യുകയാണ്. റൈറ്റ്. അതിൽ കൂടെ വേർഡ്സ്വർത്ത് നടന്നു പോവുകയാണ്, പോയറ്റ് നടന്നു പോവുകയാണ്, അങ്ങനെ മനസ്സിലാക്കാം. പോയറ്റ് നടന്നു പോകുമ്പോൾ ഈ കുട്ടി സന്തോഷത്തിൽ നിന്ന് നെല്ല് അരിഞ്ഞ് കൊണ്ടുവന്നാണ് കാണുന്നത്. അതായത് പാട്ടൊക്കെ പാടി കാറ്റിൽ താളമൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഈ ഡെഫിനിഷൻസിലേക്ക് നമുക്ക് എടുത്തിടാം. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല വേർഡ്സ്വർത്ത് ആ നിന്ന് നിൽപ്പിൽ ആ മലയുടെ അരികിൽ നിന്നാണ് ഈ പെൺകുട്ടി ഇത് നെൽകറ്റ അരിയുന്നതായിട്ട് കണ്ടു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പവർഫുൾ ഫീലിംഗ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അല്ലെ? ഇനി ആ ഡെഫിനിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്, അദ്ദേഹം വീട്ടിൽ പോകുമ്പോൾ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ, അദ്ദേഹം കണ്ട് മനസ്സ് നിറഞ്ഞ ആ ചിത്രത്തിൽ നിന്ന് പവർഫുൾ ഫീലിംഗ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി ആണ്. അതായത് കുറെ നേരത്തിന് ശേഷം ഉണ്ടായ കുറെ കാര്യങ്ങളെ ആലോചിച്ചുകൊണ്ട് പവർഫുൾ ആയ ഫീലിങ്സ് പെട്ടെന്ന് പേനയിലേക്ക് വന്ന് എഴുതുന്നതിനാണ് എന്താണ് ഈ ഒരു ഡെഫിനിഷനിലൂടെ പറയാൻ പറ്റുക. ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ദ കണ്ടീഷൻ ഓഫ് ഇംഗ്ലണ്ട് നോവൽ അഡ്രസ്സിംഗ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഈസ് എക്സംപ്ലിഫൈഡ് ബൈ എലിസബത്ത് ഗാസ്കൽ. ഏതിൽ? നോർത്ത് ആൻഡ് സൗത്ത്. ഓക്കെ. Directly dramatizes conflict between mill owners and workers, a hallmark of the Victorian conditions of England or social problem novel. അപ്പോൾ കണ്ടീഷൻസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഗാസ്കലിന്റെ ഒരു നോവലും കൂടിയാണ്, എന്ന് ആലോചിച്ച് വെക്കുക. Many Victorian novels, including those of Dickens, were first published in സീരിയലൈസ്ഡ് മാഗസിൻ ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് ഇതൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അത് ബേസിക്കലി മന്ത്ലി ആയിരിക്കാം, വീക്ക്ലി ആയിരിക്കാം, വീക്ക്ലി ആയിരിക്കാം, ബൈ വീക്ക്ലി ആയിരിക്കാം. ഇങ്ങനെ വന്ന വർക്കുകളാണ് പിന്നീട് ബുക്കുകളായിട്ട് വരുന്നത്. ആദ്യം ഇതൊക്കെ ചെറിയ ചെറിയ പബ്ലിക്കേഷൻസിലാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. മാത്യു അർണോൾഡ്സ് ഫേമസ് ഡെഫിനിഷൻ ഓഫ് കൾച്ചർ ആസ് ദ ബെസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ തോട്ട് ആൻഡ് സെഡ് അപ്പിയേഴ്സ് ഇൻ. നല്ല ചോദ്യമാണ്. അർണോൾഡ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് കൾച്ചർ ഈസ് ദ ബെസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ തോട്ട് ആൻഡ് സെഡ് ഇൻ ദ വേൾഡ്. കൾച്ചറാണ് ഏറ്റവും നല്ല കാര്യമായി നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളത്. കൾച്ചർ. അദ്ദേഹത്തിന് ഡോർ ബീച്ചൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കൾച്ചറും അതുപോലെ നമ്മളുടെ മൊറാലിറ്റിയൊക്കെ ഇല്ലാതായതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം സങ്കടപ്പെടുന്നത്. ഓക്കെ. കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം കൾച്ചറിനെ പറ്റിയിട്ട് ഇത് പറയുന്നത്. അത് ഒരു ടൈറ്റിലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്നത് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1869 ഇനി ഇത് എഴുതാൻ എന്താണ് കാരണം? അന്നത്തെ കാലത്തുണ്ടായ ഇൻഡസ്ട്രിയലൈസേഷനും മെറ്റീരിയലൈസേഷനും അല്ലെങ്കിൽ മെറ്റീരിയലിസവും ഒക്കെ അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ ചിന്താഗതിയെയൊക്കെ മാറ്റിമറിക്കുന്നുണ്ട്. അതിനെതിരെയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. സോ ഇതിൽ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഒരു സ്ലൈഡ് ഞാൻ ഇങ്ങോട്ട് തന്നെ മാറ്റുന്നു. എനിവേ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സ്പെസിഫിക്കലി നിങ്ങൾക്ക് MCQ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഡിസ്ക്രിപ്ഷനോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതിന് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ ടോപ്പിക്കുകൾ മാത്രമല്ല നിങ്ങൾക്കുള്ളത്,
പക്ഷേ ഇതിൽ നിന്നൊക്കെ ചോദ്യം വരും, ഉറപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സി യു. നന്നായിട്ട് പഠിക്കുക. പ്രാവശ്യം സെറ്റ് ക്രാക്ക് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക. ബൈ.